10ന്റെ ഓൺലൈൻ ക്ലാസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റർ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യും. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് റിയൽ നമ്പേഴ്സ് എന്നാണ്. എന്തുവാണ് റിയൽ നമ്പേഴ്സ്? നമ്മൾ പഠിക്കുന്ന എല്ലാ നമ്പരും പൊതുവെ റിയൽ നമ്പേഴ്സാണ്. നമ്മൾ ആദ്യം പഠിക്കുന്ന നമ്പർ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, പോസിറ്റീവ് ഇൻറ്റിജർ, നെഗറ്റീവ് ഇൻറ്റിജർ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ. എന്ത് പഠിച്ചാലും അതെല്ലാം നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പറിനെയും നമ്മൾ പൊതുവെ റിയൽ നമ്പർ എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് റിയൽ നമ്പർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് നമ്പർ അറിയാവോ അതെല്ലാം പൊതുവെ നമ്മൾ റിയൽ നമ്പർ എന്ന് തന്നെ പറയും. കാരണം അതെല്ലാം നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ഇൻറ്റിജർ, നെഗറ്റീവ് ഇൻറ്റിജർ, ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, എക്സെട്ര. ഫസ്റ്റ് നമ്മളിനകത്ത് പഠിക്കുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മാണ്. ഇത് ഞാൻ 3 ടേമായിട്ട് പറയാം. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. യൂക്ലിഡ്സ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര്. ഡിവിഷൻ നമുക്കറിയാം. ഡിവിഷൻ ചെയ്യണമെങ്കിൽ 2 നമ്പർ വേണം, 2 പോസിറ്റീവ് ഇൻറ്റിജർ. ആദ്യം ഞാൻ നമ്പർ എഴുതുന്നു 12 7. 12 ഡിവൈഡ് ബൈ 7. 12 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് 1 7 7 എഴുതാം. 12 - 7 5. ഈ ഡിവിഷനകത്ത് സത്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനകത്ത് ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ട്, അതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് വിളിക്കും. 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയും. അപ്പം നമുക്ക് കോഷ്യന്റ് 1 കിട്ടും, റിമൈൻഡർ 5 കിട്ടും. നമ്മൾ 4 ടേം പഠിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് ഉണ്ട്, ഡിവൈസർ ഉണ്ട്, കോഷ്യന്റ് ഉണ്ട്, റിമൈൻഡർ. 2 നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡിവിഡൻഡ് വേണം, ഡിവൈസർ വേണം, കോഷ്യന്റ് വേണം, റിമൈൻഡർ വേണം. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം റിമൈൻഡർ 0 എന്ന് കിട്ടും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ 12 ഡിവൈഡ് ബൈ 4 എന്ന് എഴുതും. 4 3s are 12 എന്ന് എഴുതും. ഇവിടെ റിമൈൻഡർ 0 കിട്ടും. ഈ 2 ഡിവിഷനകത്ത് നോക്കിയാൽ മനസ്സിലാവും, ഒന്നെങ്കിൽ റിമൈൻഡർ 0 അല്ലെങ്കിൽ റിമൈൻഡർ ഡിവൈസറിനെ കാട്ടി ചെറുതായിരിക്കും. 2 കണ്ടീഷൻ. ഒന്നെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും, അല്ലെങ്കിൽ റിമൈൻഡർ ഡിവൈസറിനെ കാട്ടി ചെറുതായിരിക്കും. അപ്പം യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. ലെമ്മ എന്ന് പറയുന്ന ടേം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ലെമ്മ എന്ന് പറയുന്നത് തിയറം പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് കണ്ടീഷൻ അപ്ലൈ ചെയ്യണോ അതിന് പറയുന്ന പേരാണ് ലെമ്മ. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത് തിയറമാണ്. ആ തിയറത്തിനകത്ത് ആദ്യം എന്ത് പറയുന്ന പറയാം, 2 പോസിറ്റീവ് ഇൻറ്റിജർ എടുത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോഷ്യന്റും കിട്ടും, റിമൈൻഡറും കിട്ടും. റിമൈൻഡറിന്റെ കണ്ടീഷൻ എന്തുമായിരിക്കണം? ഇത് നമ്മൾ തിയറം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ലെറ്റ് എ ആൻഡ് ബി ബി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ദെൻ there exist unique integers q and r satisfying condition a equal to b into q plus r. ഇതിനകത്ത് 4 ലെറ്റർ എഴുതിയിട്ടുണ്ട് ആൽഫബറ്റ്. എ ഉണ്ട്, ബി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. എ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന പേരാണ് ഡിവിഡൻഡ്. ബി നമ്മൾ ഡിവൈസർ എന്ന് പറയും. ക്യൂ കോഷ്യന്റ്, ആർ റിമൈൻഡർ. നമ്മൾ എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജറിനെ ബി എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ക്യൂ എന്ന് പറഞ്ഞൊരു കോഷ്യന്റ്, ആർ എന്ന് പറയുന്നത് റിമൈൻഡർ. ഞാൻ ആദ്യം എക്സാമ്പിൾ കാണിച്ച പോലെ റിമൈൻഡർ 2 രീതി വരാം. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആൻസർ 0 എന്നും, അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് ഡിവൈസറിനെ കാട്ടി ചെറുതാണ്. എന്തുവായാലും റിമൈൻഡർ പോസിറ്റീവ് ആയിരിക്കും. റിമൈൻഡർ പോസിറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ റിമൈൻഡർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എഴുതും. ആറിന്റെ ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയും. 0ക്കാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ നമ്മൾ തിരിച്ചു പറയും 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ. അപ്പൊ 2 രീതി വായിക്കാം. റിമൈൻഡർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. തിരിച്ചു പറയുവാണെങ്കിൽ 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് പറയാം. നമ്മൾ ഡിവിഡൻഡും ഡിവൈസർ കോഷ്യന്റും റിമൈൻഡർ എഴുതുവാണെങ്കിൽ ഡിവിഡൻഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. 2 നമ്പർ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആൻസർ അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. റിമൈൻഡർ ഒരു കണ്ടീഷനും കൂടെ പറയും. റിമൈൻഡർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 ആവാം, 0 കാട്ടി വലുതുമാവാം, ഡിവൈസറിനെ കാട്ടി ചെറുതുമാവും. സ്ട്രിക്റ്റ് ലെസ് ദാൻ ഡിവൈസർ എന്ന് പറയും. ഈ 2 കണ്ടീഷൻ നമ്മൾ ഒരുമിച്ച് എടുത്തെഴുതും. അപ്പൊ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 0ക്ക് ആയിരിക്കും. ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുവാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് പറയും.
r is less than ഡിവൈസ്. ഇത് ഒരുമിച്ച് ഇങ്ങനെ എഴുതും. അപ്പൊ കണ്ടീഷൻ a equal to b into q plus r, 0 less than or equal to r less than b. അപ്പോൾ യൂക്ലിഡ് സൊല്യൂഷൻ നമ്മൾ ഒന്നും കൂടെ സ്റ്റേറ്റ് ചെയ്യുക. ലെറ്റ് a and b be any two positive integer, then there exists unique integer q and r satisfy a equal to b into q plus r condition 0 less than or equal to r less than b. Please note. നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഓൺ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Find the HCF of 867 255 using Euclid's division algorithm. Euclid's division algorithm apply ചെയ്ത് HCF ഫൈൻഡ് ചെയ്യാൻ രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. അതിൽ ലാർജർ നമ്പറിനെ നമ്മൾ A എന്ന് വിളിക്കും, സ്മോളർ നമ്പറിനെ B എന്ന് വിളിക്കും. ആദ്യം നമ്മൾ ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 867നെ 255 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്രത്തോളം അളവ് നമ്മൾ ആദ്യം നോക്കും. 255 ഒരു 4 വട്ടം നമ്മൾ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ 4 20 2 22 2 8 2 10 4 വട്ടം അളന്നാൽ നമുക്ക് 1020 കിട്ടും. നമുക്ക് ആകെ 867 ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു നമ്പർ കുറച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 255 into 3 ചെയ്യും. 3 5s are 15 പോയിട്ട് 1 3 5s are 15 plus 1 16 കിട്ടും. 1 3 2s are 6 6 plus 1 765 കിട്ടും. നമ്മൾ അത് മൾട്ടിപ്ലൈ 255 into 3 765 എഴുതും. സബ്ട്രാക്ട് ചെയ്യും. 7 minus 5 2 6 minus 6 0 8 minus 7 1. നമ്മൾ ഇത് A എന്നും ഇത് B എന്നും ഇത് Q എന്നും ഇത് R എന്നും വിളിക്കും. അപ്പൊ 4 നമ്പറായി A B Q R. യൂക്ലിഡ് ഡിവിഷൻ നമ്പർ അനുസരിച്ച് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതും. A equal to B into Q plus R. ഇങ്ങനെ എഴുതുന്ന സ്റ്റെപ്പിന് പറയുന്ന പേരാണ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം. A എടുത്ത് എഴുതും. A എന്ന് പറയുന്നത് 867, B എന്ന് പറയുന്നത് 255, കോഷ്യന്റ് എന്ന് പറയുന്നത് 3, റിമൈൻഡർ എന്ന് പറയുന്നത് 1 0 2 കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പിൽ റിമൈൻഡർ 0 ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഡിവിഷൻ ചെയ്യണം. വീണ്ടും ഏതൊക്കെ നമ്പർ ഡിവൈഡ് ചെയ്യാൻ ചൂസ് ചെയ്യും. രണ്ടാമത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന നമ്പർ നമ്മളെ റിമൈൻഡർ ഡിവൈസറും ആണ്. അതിനകത്ത് രണ്ട് നമ്പർ ഉണ്ട്, 102 ഉണ്ട് 255 ഉണ്ട്. ഇതിനകത്ത് ലാർജർ നമ്പറിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് വീണ്ടും ചൂസ് ചെയ്യും, സ്മോളർ നമ്പറിനെ ബി എന്ന് ചൂസ് ചെയ്യും. എന്നിട്ട് ഈ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 255നെ 102 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 102 ഒരു 2 വട്ടം എടുക്കുമ്പോൾ 2 2s are 4 2 0 0 2 1s are 2 204 കിട്ടും. നമ്മൾ 102 into 2 എഴുതും. 204 എഴുതും. സബ്ട്രാക്ട് ചെയ്യും. 5 minus 4 1 കിട്ടും. 5 minus 0 5 കിട്ടും. അടുത്ത സ്റ്റെപ്പ് വീണ്ടും ഇവിടെ A ഉണ്ട്, B ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ച് A equal to ഇവിടുത്തെ A എന്ന് പറയുന്നത് 255, B എന്ന് പറയുന്നത് 102, Q എന്ന് പറയുന്നത് 2, റിമൈൻഡർ 51 കിട്ടും. രണ്ട് സ്റ്റെപ്പായി. ഇപ്പോഴും റിമൈൻഡർ 0 കിട്ടിയിട്ടില്ല. റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. റിമൈൻഡർ 0 കിട്ടില്ലെങ്കിൽ അടുത്ത ഏതൊക്കെ നമ്പർ നമ്മൾ ചൂസ് ചെയ്യും ഡിവൈഡ് ചെയ്യാൻ. റിമൈൻഡർ എടുക്കും, ഡിവൈസർ എടുക്കും. വീണ്ടും 51 102 ചൂസ് ചെയ്യും. ലാർജ് നമ്പർ 102 അതിന് നമ്മൾ A എടുക്കും. സ്മോളർ നമ്പർ 51 അതിനെ നമ്മൾ B എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യും. വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ചെയ്യും. 102 ഡിവൈഡ് ബൈ 51 51 into 2 102 കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 കിട്ടും. ഇവിടെ വെച്ച് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ 102നെ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അനുസരിച്ച് A equal to B into Q plus R എന്ന് എഴുതും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് റിമൈൻഡർ 0 എന്ന് കിട്ടും. റിമൈൻഡർ 0 കിട്ടുമ്പോൾ എന്തുവാണോ ഡിവൈസർ അതാണ് നമ്മുടെ HCF എന്ന് പറയുന്നത്. ഇവിടുത്തെ HCF എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസ് ആണ് 51. അതുകൊണ്ട് നമ്മൾ HCF of 867 and 255 equal to ആൻസർ നമ്മൾ 51 എന്ന് എഴുതും. ഒരിക്കലും ആൻസർ കോഷ്യൻ എന്ന് എഴുതാൻ പാടില്ല. നമുക്ക് അടുത്ത നെക്സ്റ്റ് മോഡലിലോട്ട് പോവാം. ഇതൊരു ബോർഡ് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇന്റിജർ ഈസ് ഓഫ് ദി ഫോം 4q plus 1 or 4q plus 3 for some integer q.
ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇന്റിജർ ഈസ് ഓഫ് ദി ഫോം 4q plus 1. നിങ്ങൾ ഇങ്ങനെ വായിക്കണം bq plus r. ഇവിടെയുണ്ട് bq plus r. bq plus r എന്ന് വേണമെങ്കിൽ നമുക്ക് ആദ്യം യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയാണ്. അതിനകത്താണ് നമ്മൾ പഠിക്കുന്നത് a equal to bq plus r, 0 less than or equal to r less than b എന്ന് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എ വേണം. എ ആണ് നമ്മളെ എനി പോസിറ്റീവ് ഓഡ് ഇന്റിജർ. അപ്പൊ നമ്മൾ ആദ്യം എ ലെറ്റ് ചെയ്യും. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇന്റിജർ എന്ന് പറഞ്ഞ് ലെറ്റ് ചെയ്യും. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇന്റിജർ. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊരു പോസിറ്റീവ് ഓഡ് ഇന്റിജറിന്റെ ഫോമും a ഈക്വൽ ടു 4q plus 1 4q plus 3. നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ക്യൂവിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേമാണ് നമ്മുടെ ഡിവൈസർ. അതുകൊണ്ട് നമ്മൾ ബി 4 എന്ന് പറഞ്ഞ് ലെറ്റ് ചെയ്യും. ലെറ്റ് ബി ഈക്വൽ ടു 4. അപ്പം എയും ലെറ്റ് ചെയ്തിട്ടുണ്ട്, ബിയും ലെറ്റ് ചെയ്തിട്ടുണ്ട്. എയും ബിയും തരുവാണെങ്കിൽ നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ. ദെൻ ബൈ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ a equal to b into q plus r. b യുടെ വാല്യൂ 4q plus r. Remainder the condition 0 less than or equal to r less than b. ഇവിടെ b 4 എന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് b യുടെ സ്ഥാനത്ത് നമ്മൾ 4 ആണ്. ഈ കണ്ടീഷൻ വെച്ച് റിമൈൻഡർ ഒന്നെങ്കിൽ 0 ആവും അല്ലെങ്കിൽ 4നെ കാട്ടി ചെറുതാവും. അപ്പൊ റിമൈൻഡറിന് എന്തൊക്കെ കണ്ടീഷൻ എഴുതുന്നു? therefore റിമൈൻഡർ ഈക്വൽ ടു 0 ആവും, 1 ആവും, 2 ആവും, 3 ആവും. ലെസ് ദാൻ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ 3 വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എഴുതും റിമൈൻഡർ ഈക്വൽ ടു 0. റിമൈൻഡർ 0 ആണെങ്കിൽ a എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ a ഈക്വൽ ടു 4q പ്ലസ് r ന്റെ സ്ഥാനത്ത് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 4q plus 0 എന്ന് പറഞ്ഞാൽ 4q തന്നെ 4 into some integer. 4 എന്ന് പറയുന്നത് 2 ന്റെ മൾട്ടിപ്ലൈ. 2 കൊണ്ട് ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഈവൻ ഇന്റിജർ ആവും. അതുകൊണ്ട് 4 ഈവൻ ഇന്റിജർ ആയി പോകും. അപ്പം ആദ്യത്തെ ആൻസർ ഈവൻ ഇന്റിജർ ആയി പോകും. വീണ്ടും രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യും. റിമൈൻഡർ 1 എന്ന് കൊടുക്കും. റിമൈൻഡർ 1 ആകുമ്പോൾ a equal to 4q plus 1 എന്ന് എഴുതും. നമ്മൾ നേരത്തെ പറഞ്ഞ 4q ഈവൻ ഇന്റിജർ ആണ്. ഏതൊരു ഈവൻ ഇന്റിജറിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്കത് ഓഡ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് ഓഡ് ഇന്റിജർ ആവും. അപ്പൊ ആദ്യത്തെ ഓഡ് ഇന്റിജറിന്റെ ഫോം എന്ന് പറയുന്നത് 4q plus 1 ആവും. രണ്ടാമത്തെ കണ്ടീഷൻ വീണ്ടും അപ്ലൈ ചെയ്യും. r equal to 2. r 2 ആണെങ്കിൽ a എന്ന് പറയുന്നത് 4q plus 2 ആവും. 4q എന്ന് പറയുന്നത് ഈവൻ ഇന്റിജർ. ഈവൻ ഇന്റിജറിന്റെ കൂടെ വീണ്ടും ഈവൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ആൻസർ ഈവൻ ഇന്റിജർ എന്ന് കിട്ടും. അപ്പൊ അടുത്തത് ഈവൻ ഇന്റിജർ. വീണ്ടും മൂന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യും. റിമൈൻഡർ 3. റിമൈൻഡർ 3 ആവുമ്പോൾ a equal to 4q plus 3. നമുക്കറിയാം 4q ഈവൻ ഇന്റിജർ ആണ്. ഈവൻ ഇന്റിജറിന്റെ കൂടെ ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഓഡ് ഇന്റിജർ കിട്ടും. അപ്പം ഓഡ് ഇന്റിജർ കിട്ടുന്ന രണ്ട് ചാൻസ് ഉണ്ട്. a equal to 4q plus 1, a equal to 4q plus 3. Therefore any positive odd integer is of the form 4q plus 1 or 4q plus 3. Now next question to start. മൂന്നാമത്തെ question, find the HCF of 65 and 117 and express it in the form 65m plus 117n. HCF നെ 65m plus 117 എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യും. അതിനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയും. രണ്ട് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് അതിനെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. ആ ലീനിയർ എന്ന് പറയണമെങ്കിൽ അവിടുത്തെ വേരിയബിളിന്റെ പവർ എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ എമ്മിന്റെ പേര് എം എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, എൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. അതിന് പവർ തന്നിട്ടില്ല. അതിന്റെ പവർ എപ്പോഴും 1 ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തും റെപ്രസെന്റ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ ചെയ്താലും അതിനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയും. ഈ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് HCFനെ റെപ്രസെന്റ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ HCF ഫൈൻഡ് ചെയ്യും. HCF ഫൈൻഡ് ചെയ്യാൻ വേണ്ടി രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. 65 തന്നിട്ടുണ്ട്, 117 തന്നിട്ടുണ്ട്. യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് നമ്പർ വേണം. ലാർജർ നമ്പറിനെ നമ്മൾ a എന്ന് വിളിക്കും, സ്മോളർ നമ്പറിനെ നമ്മൾ b എന്ന് വിളിക്കും. ആദ്യത്തെ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 117നെ 65 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
ഒരു വട്ടം അടങ്ങത്തുള്ളൂ. 65 into 1 എന്ന് എഴുതും. ഇവിടെ മൾട്ടിപ്ലൈ നമ്മൾ 65 എഴുതി സബ്ട്രാക്ട് ചെയ്യും. 7 - 5 2 കിട്ടും. 11 - 6 5 കിട്ടും. അപ്പൊ നമ്മൾ ഇതിനെ എ എന്ന് വിളിക്കും, ഇതിനെ ബി എന്ന് വിളിക്കും, ഇത് ക്യൂ, ഇത് ആർ. എ എന്ന് പറയുന്നത് ഡിവിഡൻറ്റും, ബി എന്ന് പറയുന്നത് ഡിവൈസറും, ക്യൂ എന്ന് പറയുന്നത് കോഷ്യന്റും, ആർ എന്ന് പറയുന്നത് റിമൈൻഡർ. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ച് എ ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ എന്ന് റെപ്രസെന്റ് ചെയ്ത് എഴുതും. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 117, ബി എന്ന് പറയുന്നത് 65, ക്യൂ എന്ന് പറയുന്നത് 1, റിമൈൻഡർ എന്ന് പറയുന്നത് 52. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ റിമൈൻഡർ 0 ആയിട്ടില്ല. റിമൈൻഡർ 0 ആവുന്ന വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യും. റിമൈൻഡർ 0 ആവാൻ വേണ്ടി വീണ്ടും 2 നമ്പർ ചൂസ് ചെയ്യും. അടുത്തടുക്കുന്ന 2 നമ്പർ എന്ന് പറയുന്നത് 52, അതായത് നമ്മൾ റിമൈൻഡറും ഡിവൈസറും എടുക്കും. 2 നമ്പർ കിട്ടിയിട്ടുണ്ട്, 52, 65. ഇതിനകത്ത് ലാർജർ നമ്പറിനെ നമ്മൾ എ എന്ന് വിളിക്കും, സ്മോളർ നമ്പറിനെ ബി എന്ന് വിളിക്കും. എന്നിട്ട് നേരത്തെ ചെയ്ത പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 65 ഡിവൈഡ് ബൈ 52. 52 into 1 52 എന്ന് കിട്ടും. നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. 5 - 2 3 കിട്ടും. 6 - 5 1 കിട്ടും. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് എഴുതും. എ ഈക്വൽ ടു എ എന്ന് പറയുന്നത് 65, ബി എന്ന് പറയുന്നത് 52, ക്യൂ എന്ന് പറയുന്നത് 1, റിമൈൻഡർ എന്ന് പറയുന്നത് 30. രണ്ടാമത്തെ സ്റ്റെപ്പായി ഇപ്പോഴും റിമൈൻഡർ 0 കിട്ടിയിട്ടില്ല. റിമൈൻഡർ 0 കിട്ടുന്ന വരെ സോൾവ് ചെയ്യണം. വീണ്ടും നമ്മൾ റിമൈൻഡർ എടുക്കും, ഡിവൈസർ എടുക്കും. അപ്പോഴും 2 നമ്പറായി, 13 ഉണ്ട്, 52 ഉണ്ട്. ഇവിടെ ലാർജ് നമ്പർ 52, അതിനെ നമ്മൾ എ എന്ന് വിളിക്കും. സ്മോൾ നമ്പർ 13, അതിനെ നമ്മൾ ബി എന്ന് വിളിക്കും. വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. 52നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 52 ഡിവൈഡ് ബൈ 13. 13 4 are 52 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 കിട്ടി. ഇവിടെ വെച്ച് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. റിമൈൻഡർ 0 ആകുമ്പോൾ നമുക്ക് എന്തുവാണോ ഡിവൈസർ അതാണ് HCF. ഒരിക്കലും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതരുത്. റിമൈൻഡർ 0 ആകുമ്പോൾ എന്തുവാണോ ഡിവൈസർ അതാണ് HCF. ലാസ്റ്റ് സ്റ്റെപ്പിൽ എ എന്ന് പറയുന്നത് 52, ബി എന്ന് പറയുന്നത് 13, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4, റിമൈൻഡർ എന്ന് പറയുന്നത് 0 കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഡിവൈസർ എന്തുവാണോ അതാണ് നമ്മുടെ HCF. Therefore HCF of 65 and 117 equal to 13 എന്ന് എഴുതും. നമ്മളെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് HCFനെ എങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് 65 into m plus 117 into n ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 13 കിട്ടണം. അപ്പൊ നമുക്കിവിടെ m അറിഞ്ഞൂടാ, n അറിഞ്ഞൂടാ. ആ m ഉം n നമ്മൾ ഫൈൻഡ് ചെയ്യും. അവിടെ 13 ആണ് നമ്മുടെ HCF. നമ്മൾ 3 സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. 117 എഴുതിയിട്ടുണ്ട്, 65 എഴുതിയിട്ടുണ്ട്, 52 എഴുതിയിട്ടുണ്ട്. 52 ചെയ്തപ്പോൾ റിമൈൻഡർ 0 ആയി. അതിന്റെ തൊട്ട് ബാക്കിലത്തെ സ്റ്റെപ്പിൽ നമ്മൾ HCF അടപ്പുണ്ട് 13. ആ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. 13 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ഫ്രം ഇക്വേഷൻ ടു 13 ക്യാൻ ബി റിട്ടൺ ആണ്. 13 എങ്ങനെ എഴുതുമെന്ന് ഇവിടെ 13 ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 52 സമത്തിന് ഇപ്പുറം വരണം. അപ്പൊ നമ്മൾ ആൻസർ 65 മൈനസ് 52 ഇൻറ്റു 1 എന്ന് എഴുതും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ വീണ്ടും പറയാം, HCF എന്ന് പറയുന്നത് 13 ആണ്. ആ 13 നമ്മൾ ആ ഇക്വേഷനകത്ത് ലാസ്റ്റ് കിടക്കുന്ന ടൈം എവിടെ നോക്കും. ആ ഇക്വേഷനിൽ നിന്ന് 13 ഫൈൻഡ് ചെയ്യും. 13 എങ്ങനെ ഫൈൻഡ് ചെയ്യും? 52 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരും. 65 മൈനസ് 52 ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതും. ഇപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ HCF ആയ 13 നമ്മൾ റെപ്രസെന്റ് ചെയ്ത് 65 മൈനസ് 52 ഇൻറ്റു 1. ഇതിന്റെ തൊട്ട് ബാക്കിൽ നമുക്ക് 52 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ആ 52 നമ്മളാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1 നിന്ന് 52 കണ്ടുപിടിച്ച് ആയതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമ്മൾ 13 ഈക്വൽ ടു 65 മൈനസ് കഴിഞ്ഞ് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റും. 52 എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? 52 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഈ 65 നമ്മുടെ സമത്തിന് ഇപ്പുറം വരും. അപ്പൊ നമ്മൾ ഇവിടെ വാല്യൂ 52 പകരം 117 മൈനസ് 65 ഇൻറ്റു 1 എന്ന് എഴുതും. ഇവിടെ ഓൾറെഡി ഇത് ഇൻറ്റു 1 ഉണ്ട്. ഇൻറ്റു 1 ചെയ്യുമ്പോൾ ആൻസറിന് വ്യത്യാസമൊന്നുമില്ല, അതേപോലെ കിട്ടും.
അപ്പോൾ നമ്മൾ ഒന്നുകൂടെ എഴുതും 13 ഈക്വൽ ടു 65 മൈനസ് ബ്രാക്കറ്റ് 170 മൈനസ് 65. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 13 ഈക്വൽ ടു 65 മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ഉള്ള ടൈം എല്ലാം മൈനസ് ആവും, മൈനസ് ഉള്ള ടൈം എല്ലാം പ്ലസ് ആവും. മൈനസ് 170 കിട്ടും. ഈ മൈനസും മൾട്ടിപ്ലൈ ആണ് 65 പ്ലസ് 65 ആവും. ഈക്വൽ ടു 65 പ്ലസ് 65. നമ്മൾ 65 കൂടെ ആഡ് ചെയ്യേണ്ട 2 വട്ടം 65. അപ്പോൾ നമ്മൾ 65 ഇൻറ്റു 2 എന്ന് എഴുതും. മൈനസ് 170. 170യുടെ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ 170 ഇൻറ്റു 100. നമ്മൾ ആൻസർ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 65 ഇൻറ്റു എം എന്നും പ്ലസ് 170 ഇൻറ്റു എൻ എന്നും എഴുതണം. ആദ്യത്തെ ടൈം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് 65 ഇൻറ്റു എം. എമ്മിന്റെ സ്ഥാനത്ത് നമുക്കിവിടെ 2 ഇട്ടിട്ടുണ്ട്. മൈനസ് 170 ഇൻറ്റു 1 എന്ന ആ മൈനസിനെ നമ്മൾ പ്ലസ് ഇൻറ്റു 170 ഇൻറ്റു മൈനസ് 1 എന്ന് എഴുതും. മൈനസ് 170 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് 170 കിട്ടും. പ്ലസ് ഇൻറ്റു മൈനസ് 1 എന്ന് ചെയ്താലും ആൻസർ മൈനസ് 170 എന്ന് എഴുതും. ഇത് നമ്മുടെ മോഡൽ കറക്റ്റ് ആക്കാൻ വേണ്ടി 65 ഇൻറ്റു എം പ്ലസ് 170 ഇൻറ്റു എൻ ഇങ്ങനെ മനസ്സിലാവാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ്. അപ്പൊ നമ്മൾ 13 ഈക്വൽ ടു ഒന്നും കൂടെ 65 ഇൻറ്റു നമ്മളെ എം ആണ് 2 പ്ലസ് 170 ഇൻറ്റു മൈനസ് 1 ആണ് നമ്മളെ എൻ. നമുക്ക് HCF റെപ്രസെന്റ് ചെയ്ത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എം കിട്ടി, എമ്മിന്റെ വാല്യൂ 2ഉം എൻ കിട്ടി, എന്നിന്റെ വാല്യൂ മൈനസ് 1. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റു ചെയ്ത് ക്ലിയർ ചെയ്യാം. 65 ഇൻറ്റു 2 ഉണ്ട്. 65 നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യും. 2 5 ആർ 10 കിട്ടും. 12 പ്ലസ് 1 13 കിട്ടും. 113 കിട്ടും. 130 മൈനസ് 170 ഇൻറ്റു മൈനസ് 117 മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 170 കിട്ടും. അപ്പം നമ്മൾ 130 117 കുറയ്ക്കും. ഇവിടെ നിന്ന് ബോറോ ചെയ്യും. 17 കുറയ്ക്കും 3 കിട്ടും. രണ്ടാവും. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. Find the HCF of 81 and 237 and express it as a linear combination of 81 and 237. Linear combination എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജനറലി HCF ഈക്വൽ ടു ഈ രണ്ട് നമ്പറിന്റെ കൂടെ ഒരു വേരിയബിൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. 237 ഇൻറ്റു എക്സ് പ്ലസ് 81 ഇൻറ്റു വൈ എന്ന് എഴുതാം. ഇഷ്ടമുള്ള ആൽഫബറ്റ് കൊടുക്കാം. എം എന്നോ എൻ എന്നോ കൊടുക്കാം, എക്സ് എന്നോ വൈ എന്നോ കൊടുക്കാം. ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയാൽ ഒന്നെങ്കിൽ ഇവിടെ പ്ലസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് എന്ന് എഴുതാം. 237 ഇൻറ്റു എക്സ് പ്ലസ് 81 ഇൻറ്റു വൈ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ ആയ HCF കിട്ടണം. അതിനാദ്യം HCF ഫൈൻഡ് ചെയ്യണം. HCF ഫൈൻഡ് ചെയ്യാൻ രണ്ട് നമ്പർ തന്നിട്ടുണ്ട്, 81ഉം 237. എപ്പോഴും ലാർജ് നമ്പർ എയും സ്മോൾ നമ്പർ ബിയും. ലാർജ് നമ്പറിനെ സ്മോൾ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് 237 ഡിവൈഡ് ബൈ 81 എത്ര അളവ് നമ്മൾ ചെക്ക് ചെയ്യും. നമ്മളൊരു 9 എടുക്കുകയാണെങ്കിൽ 9 1s are 9, 9 8s are 72. വലിയ നമ്പറായി പോയി. 2 4 എടുക്കുകയാണെങ്കിൽ 4 1s are 4, 4 8s are 32, 324 ആയി 4 ഇല്ല. 3 എടുക്കുകയാണെങ്കിൽ 3 1s are 3, 3 8s are 24, 243. നമുക്ക് 243 ഇല്ല, 237 ഉള്ളത്. 81 ഇൻറ്റു 2 മതി നമുക്ക്. 2 1s are 2, 2 8s are 60, 162. അപ്പോൾ നമ്മൾ 81 ഇൻറ്റു 2 ചെയ്യും, 162 കിട്ടും. കുറയും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7 മൈനസ് 2 5 കിട്ടും. 3 ന് 6 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഒന്ന് ബോറോ ചെയ്യും, അപ്പോൾ ഇവിടെ ഒന്ന് കുറയും. 13 മൈനസ് 6 കിട്ടും, 7 കിട്ടും. 75 ആയി. എ ആയി, ബി ആയി, ക്യൂ ആയി, ആർ. നമ്മൾ എ ഈക്വൽ ടു 237 ഈക്വൽ ടു ബിയുടെ വാല്യൂ 81, ക്യൂയുടെ വാല്യൂ 2 പ്ലസ് ആറിൻ്റെ വാല്യൂ 7 ഈക്വൽ. ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി. റിമൈൻഡർ 0 ആയില്ല. വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യും. റിമൈൻഡറും എടുക്കും, ഡിവൈസും എടുക്കും. രണ്ട് നമ്പർ ഉണ്ട്, 81 ഉണ്ട്, 75 ഉണ്ട്. ലാർജ് നമ്പർ എയും സ്മോൾ നമ്പർ ബിയും. വീണ്ടും ഡിവിഷൻ അപ്ലൈ ചെയ്യും. 81 ഡിവൈഡ് ബൈ 75.
ഒരു വട്ടം ഇറങ്ങത്തുള്ളൂ. 175 സാർ 75, 81 75 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. വീണ്ടും എ എന്ന് പറയുന്നത് 81, ബി എന്ന് പറയുന്നത് 75, യു എന്ന് പറയുന്നത് 1, റിമൈൻഡർ 6 കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പായി. ഇപ്പോഴും റിമൈൻഡർ 0 ആയിട്ടില്ല. വീണ്ടും നമ്മൾ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. റിമൈൻഡറും എടുക്കും, ഡിവൈസറും എടുക്കും. 75നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 75 ലാർജർ നമ്പർ, 6 സ്മോളർ നമ്പർ, എ യു ആയി ബി യു ആയി. 12 6 ആണ് 72 കിട്ടും. 5 2 3 കിട്ടും. നമ്മൾ അടുത്ത സ്റ്റെപ്പായി 75 ഈക്വൽ ടു 6 ഇൻറ്റു 12 പ്ലസ് 3 കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പായി. ഇപ്പോഴും റിമൈൻഡർ 0 കിട്ടിയിട്ടില്ല. വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. റിമൈൻഡറും ഡിവൈസും എടുക്കും. 3 ഉണ്ട് 6 ഉണ്ട്. 6 ലാർജ് നമ്പർ എ, 3 സ്മോൾ നമ്പർ ബി. വീണ്ടും ഡിവൈഡ് ചെയ്യും. 6 ഡിവൈഡ് ബൈ 3 കിട്ടും. 2 3 6 കിട്ടും. റിമൈൻഡർ 0 കിട്ടും. ഇവിടെ വെച്ച് നമ്മൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. 6 ഈക്വൽ ടു 3 ഇൻറ്റു 2 പ്ലസ് 0 എഴുതും. നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. HCF ആയിട്ടുണ്ട്. റിമൈൻഡർ 0 ആകുമ്പോൾ എന്തുമാണോ ഡിവൈസർ, അതാണ് നമ്മുടെ HCF. Therefore, HCF of 237 and 81 equal to 3 എന്ന്. ഈ 3നെ വേണം നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 237 and 81 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ. നമ്മൾ HCFനെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്ന എല്ലാ സ്റ്റെപ്പിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം 1 2 3 4 സ്റ്റെപ്പ് ഉണ്ട്. ഈ എല്ലാ സ്റ്റെപ്പിലും അവസാനത്തെ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് വെച്ചിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഈ HCF ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനത്തെ HCF എന്ന് പറയുന്ന നമ്പർ നമ്മൾ 3 ആണ്. 0 സ്റ്റാർട്ട് ചെയ്യത്തില്ല. നമ്മൾ ആൻസർ HCF 3 ആയതുകൊണ്ട് 3 വരുന്ന സ്റ്റെപ്പ് എടുക്കും. ഇക്വേഷൻ 3 ഫ്രം ഇക്വേഷൻ 3 HCF എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇക്വേഷൻ 3 HCF എഴുതുമ്പോൾ 3 ഈക്വൽ ടു 3നെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ 6 ഇൻറ്റു 12 സമത്തിന് ഇപ്പുറം വേണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 3 ഈക്വൽ ടു 75 മൈനസ് 6 ഇൻറ്റു 12 എന്ന് എഴുതും. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യും? ഇതിന് തൊട്ട് പിറകിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ അറ്റത്തെ നമ്പർ, എല്ലാ സ്റ്റെപ്പിലെ ലാസ്റ്റ് നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും അത് മാത്രമേ എഴുതത്തുള്ളൂ. ഇവിടെ 6 ആണ് നമ്മുടെ നമ്പർ. 6 ക്വസ്റ്റിനകത്തുണ്ട്. നമ്മൾ 3 ഈക്വൽ ടു 75 മൈനസ് 6 എങ്ങനെ എഴുതും? 6 എഴുതണമെങ്കിൽ ഈ 75 സമത്തിന് ഇപ്പുറം വരണം. മൈനസ് കഴിഞ്ഞ് എന്ത് എഴുതിയാലും നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ബ്രാക്കറ്റ് ആണ്. നമ്മളിവിടെ എഴുതും 81 മൈനസ് 75 ഇൻറ്റു 1 എന്ന് എഴുതും. ഈ 6ന്റെ സ്ഥാനത്ത് 81 മൈനസ് 75 എന്ന് എഴുതും. ഇൻറ്റു അവിടെ ഇട്ടുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പായി. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 3 ഈക്വൽ ടു 75 മൈനസ് 81 ഇൻറ്റു 12 എന്ന് പറയും. ഇത് ഇങ്ങോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇൻറ്റു ചെയ്യും. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസും മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. 75 ഇൻറ്റു 12 കിട്ടും. രണ്ട് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യും. 3 ഈക്വൽ ടു 75 ഇൻറ്റു 1 എന്ന് എഴുതും. മൈനസ് 81 ഇൻറ്റു 12 പ്ലസ് 75 ഇൻറ്റു 12. ഇത് നമ്മൾ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യത്തില്ല. അവിടെ നമ്മൾ കോമൺ എടുക്കും. ഇവിടെ 75 ഉണ്ട്, ഇവിടെ 75 ഉണ്ട്. രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ 75 ഒന്ന് കോമൺ എടുക്കും. 71 പോയിട്ട് നമുക്കൊരു 1 ഉണ്ട്. ഇവിടെ 75 പോയിട്ട് നമുക്കൊരു 12 ഉണ്ട്. പ്ലസ് 12 മൈനസ് 81 ഇൻറ്റു 12. 3 ഈക്വൽ ടു 75 ഇൻറ്റു ഈ 1 പ്ലസ് 12 ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. മൈനസ് 81 ഇൻറ്റു 12 കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ഈക്വൽ ടു 75 ഇൻറ്റു 30 മൈനസ് 81 ഇൻറ്റു 12 വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം, ഈ സ്റ്റെപ്പിന് നമ്മൾ 3 എഴുതി, 6 എഴുതി, ഈ ലാസ്റ്റ് നമ്പർ 75. ഈ 75 കൂടെ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ 3 ഈക്വൽ ടു 75 ഇൻറ്റു 13 എന്ന
75 നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 75 ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ 81 × 2 ഇപ്പുറത്ത് വരണം. അപ്പൊ നമുക്ക് 75 പകരം 237 മൈനസ് 81 × 2 എന്ന് എഴുതാം. ഇത് 75 ആയി. അപ്പൊ 75 ഇക്വേഷൻ 1 നിന്ന് 237 മൈനസ് 81 × 2 എന്ന് എഴുതി. അതെടുത്ത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 75 പകരം നമ്മൾ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇൻറ്റു അവിടെ ഒരു 13 ഉണ്ട്. ഇൻറ്റു 13 എഴുതി മൈനസ് 81 × 12. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 3 ഈക്വൽ ടു ഫസ്റ്റ് സ്റ്റെപ്പ് 237 × 13 കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പ് മൈനസ് 81 × 2 × 13 എന്ന് എഴുതണം. 2 ഉം 13 ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 26 എന്നാക്കും. മൈനസ് 81 × 12. ഈ സ്റ്റെപ്പിനകത്ത് 2 81 കാണുന്നത് അത് 2 മൈനസ് ആയിരിക്കും. 237 × 13 ആ 2 സ്റ്റെപ്പിൽ നിന്ന് മൈനസ് 81 നമ്മൾ കോമൺ എടുക്കും. 2 സ്റ്റെപ്പിൽ നിന്ന് മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൈനസ് ഇല്ല. മൈനസ് 81 പോയിട്ട് അവിടെ ഒരു 26 ഉണ്ട്. ഇവിടെ മൈനസ് 81 പോയിട്ട് ഒരു 12 ഉണ്ട്. സൈൻ ഇല്ലെന്ന് പറഞ്ഞാൽ പ്ലസ് ആയി പോകും. അപ്പൊ നിങ്ങൾക്ക് 26 + 12 എന്ന് കിട്ടും. 3 ഈക്വൽ ടു 237 × 13 മൈനസ് 81 × 26 ഉം 12 ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് 38 എന്ന് എഴുതും. ആൻസർ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ 237 x പ്ലസ് 81 y എന്നാണ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ആദ്യം പറഞ്ഞത്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഇതൊന്നും കൂടെ അറേഞ്ച് ചെയ്യും. 3 ഈക്വൽ ടു 237 × 13. ഈ മൈനസിനെ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് എഴുതും. നമ്മൾ പ്ലസ് 81 × മൈനസ് 38 എന്ന് എഴുതും. ഈ പ്ലസും ഈ മൈനസുമായിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴും ഇതിനൊരു വ്യത്യാസം വരത്തില്ല. ഇതേപോലെ തന്നെ കിട്ടും. ഇപ്പൊ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയി 237 × x. എക്സിന്റെ വാല്യൂ നമുക്ക് 13 കിട്ടും. പ്ലസ് 81 × മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് y ആയിരിക്കും. y എന്ന് പറയുന്നത് മൈനസ് 38 എന്ന് കിട്ടും. ഇത് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആൻസർ 3 എന്ന് തന്നെ കിട്ടണം. എങ്കിലേ ആൻസർ ശരിയാകത്തുള്ളൂ. എങ്കിൽ മാത്രം HCF നെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു പറയത്തുള്ളൂ.